നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. തന്മൂലം ദൂരയാത്രകൾ വേണ്ടി വരുവാനിടയുണ്ട്. ചർച്ചകളിൽ പൂർണ്ണത കൈവരുവാനായിട്ട് പലപ്പോഴും കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സാമ്പത്തിക ആവശ്യത്തിന് കടം വാങ്ങുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ യോഗം കാണുന്നുണ്ട്. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം വന്നു ചേരും. സംഭവ ബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾക്ക് കൂടുതൽ പ്രയത്നവും സാമ്പത്തികമായിട്ടുള്ള നഷ്ടവും ഉണ്ടാകുവാനിടയുണ്ട്. എന്നാൽ അവ്യക്തമായിട്ടുള്ള പണമിടപാടുകളിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കുവാനായിട്ട് പലപ്പോഴും കൂടുതൽ സമയം അധ്വാനം, ഭാരം കൂടുതൽ വർദ്ധിക്കും. നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുവാനിടയുണ്ട്. പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കും. വിദഗ്ധ പരിശോധനയും ചെറിയ തോതിൽ ശസ്ത്രക്രിയയും വേണ്ടി വരുവാനിടയുണ്ട്. കഴിഞ്ഞ വർഷം കഴിഞ്ഞ 2015 ഒടുവിലോ 2016 ആണ്ടിൽ ആദ്യത്തിലോ തുടങ്ങിവെച്ച പല കാര്യങ്ങൾക്കും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനും ഒരുപക്ഷെ സാമ്പത്തിക സഹായം വന്നു ചേരുവാനും യോഗം കാണുന്നുണ്ട്. വേണ്ടപ്പെട്ടവരിൽ നിന്നും വിപരീത പ്രതികരണങ്ങൾ വന്നു ചേരുന്നത് വഴി മാനസികമായിട്ടുള്ള വിഭ്രാന്തി വർദ്ധിക്കും. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം, മുൻകോപം എന്നിവ ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. കഫ നീർദോഷ രോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുമെങ്കിലും നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനും യോഗം കാണുന്നുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ കർമ്മ മേഖലകൾക്ക് രൂപകൽപ്പന ചെയ്യുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. വിദേശത്ത് താമസിക്കുന്നവർക്ക് അന്തിമ നിമിഷത്തിൽ അവധി ലഭിച്ചതിനാൽ ജന്മനാട്ടിലേക്ക് വന്നു പോകുവാനുള്ള സാഹചര്യങ്ങൾ കൂടി കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഡിസംബർ മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. നമസ്കാരം.